14ാമത്തെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞേ ക്വസ്റ്റ്യൻ നോക്കാം. The sum of 4th and 8th term. The sum of 4th and 8th term. 8th term of an AP. AP is Sir, screen sharing. Sorry. AP is എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത് 24 ആണ് പറഞ്ഞത്. ഇതാരോട് കിട്ടിയോ? And the sum of 6th and 10th term is 44 ആണ് പറയുന്നത്. 44. അത് ചോദിച്ചിരിക്കുന്നത് find first 3 terms. First 3 terms ആണ്. ഓക്കെ നോക്കിയോ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇവര് പറഞ്ഞിരിക്കുന്നത് 4ാമത്തെ ടേമിന്റെയും 8ാമത്തെ ടേമിന്റെയും സം എത്രയാണെന്ന് പറയുന്നത് 24 അല്ലേ. അപ്പം A4 എന്ന് പറയുമ്പോൾ 4th ടേം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് എഴുതാം? A4 എന്നാണോ X4 എന്നാണോ എഴുതേണ്ടത്? A4 എന്നല്ലേ വിളിച്ചത്. ഓക്കെ A4 പ്ലസ് A8 ഈസിക്കൽ എത്രയാണെന്ന് അറിയാമേ 24 ആണല്ലോ. അതേപോലെ തന്നെ അടുത്ത എന്താണ് ഇരിക്കുന്നത്? അപ്പൊ A4നെ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് 3D എന്ന് എഴുതുന്നില്ലയോ A4നെ? എഴുതാവോ? ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ എല്ലാരും? ഓർക്കുന്നുണ്ടോ? ദേവനാരായൺ, സന? Yes, sir. അതേപോലെ A പ്ലസ് A8 നെ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് 7D എന്ന് എഴുതത്തില്ലയോ? ഈസിക്കലും എത്ര വരും? 24 എന്ന് എഴുതാം. ആണോ? ആണ്. അപ്പൊ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇവിടെ A ആണ്. A പ്ലസ് A 2A. 3D പ്ലസ് 7D എന്ന് പറയുമ്പോഴത്തേക്കും 10D. 10D ഈസിക്കൽ എത്രയാ? 24. ഇത് ഇക്വേഷൻ നമ്പർ 1. അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 6th ടേമിന്റെയും 10th ടേമിന്റെയും സമ്മ് 44 ആണ്. അപ്പൊ നോക്കി A6 പ്ലസ് A10 ആരോണ് ഇവിടെ നോക്ക്. A10 ഈസിക്കൽ ടു 44 ഇങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ A6നെ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് 5D എന്ന് എഴുതാം. പ്ലസ് A10നെ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് 9D എന്ന് എഴുതാം. ഈസിക്കൽ എത്രയാ? 44. അപ്പൊ ഇവിടെ A പ്ലസ് A 2A 5D പ്ലസ് 9D എത്രയാ? 14D ഈസിക്കൽ എത്രയാ? 44. ഇക്വേഷൻ നമ്പർ 2. ഇതിനി എന്ത് ചെയ്യാം? സൈമൾട്ടേനിയസ് ഇക്വേഷൻ പഠിപ്പിച്ചാണോ കഴിഞ്ഞ വർഷം അല്ലേ? എന്താ 2A പ്ലസ് 10D ഈസിക്കൽ ടു 24 ഉം ഇത് 2A പ്ലസ് 14D ഈസിക്കൽ ടു 44 ഉം. ഓക്കെ, ഇതിപ്പോ ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ A സെയിം ആണ്. ഇത് 2A ആണ്. അപ്പൊ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്താൽ മതി. അതായത് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുന്ന പറയുമ്പോൾ ഇതെല്ലാം നടുക്ക് എന്ത് ചെയ്യാം? നടുക്ക് മൈനസ് ഇടുക. ശ്രദ്ധിക്കണം ഇവിടെ 2A മൈനസ് 2A ഇത് വരും 0. 10 മൈനസ് 40 എത്ര വരും? 10 മൈനസ് 14D മൈനസ് 4D. 24 മൈനസ് 44 എത്രയാ? മൈനസ് 20. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ 4D ഈസിക്കൽ എത്ര വരും? 20 വരുന്നു. D ഈസിക്കൽ എത്ര വരുന്നു? 20 ഡിവൈഡ് ബൈ എത്രയാ? 4 ആണോ? അപ്പൊ എത്ര? 20 ഡിവൈഡ് ബൈ 4 എത്ര? 5. കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ ആദ്യത്തെ നമുക്ക് എത്ര ടേം വേണ്ട? ഫസ്റ്റ് 3 ടേം മതി എന്നാ പറഞ്ഞത്. A4 ഫസ്റ്റ് 3 ടേം മതി എന്നാ പറഞ്ഞത്. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് 5 കിട്ടി. ഇനി ഫസ്റ്റ് ടേം കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 3 കൂട്ടി എഴുതിയാൽ പോരെ? ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഡിയുടെ വാല്യൂ കൊണ്ടുപോയിട്ട് എന്തിനകത്ത് ഇട്ട് കൊടുത്താൽ മതി? ഈ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അതിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ 2A പ്ലസ് 10D ഈസിക്കൽ ടു 24 ആണ്. 2A പ്ലസ് 10Dക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? Dക്ക് പകരം 5 കൊടുക്കുകയാണ്. ഈസിക്കൽ എത്രയാ? 24. അപ്പൊ 2A പ്ലസ് 50 ഈസിക്കൽ ടു 24. 2A ഈസിക്കൽ ടു 24 മൈനസ് 50. 2A ഈസിക്കൽ ടു മൈനസ് 26. A ഈസിക്കൽ എത്രയാ? മൈനസ് 26 ഡിവൈഡ് ബൈ 2 എത്രയാ? മൈനസ് 30. അപ്പൊ ആദ്യത്തെ ടേം എത്ര? A1 എത്ര? A1 എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് 30. അപ്പൊ A2 എത്രയായിരിക്കും? മൈനസ് 13 പ്ലസ് എത്രയാ? 5 ആണ്. ശരിയല്ലേ? അപ്പൊ എത്ര വരും? മൈനസ് 8 വരും. അടുത്ത എത്രയാ? A3 എത്രയാ? A3 എന്ന് പറയുമ്പോൾ മൈനസ് 8 പ്ലസ് 5 ആണ്. ആണല്ലോ? എത്രയാ? മൈനസ് 3. കാണാം. അപ്പൊ 3 ടേം കിട്ടിയില്ലേ? കിട്ടിയോ?
മനസ്സിലാകാത്തവരുണ്ട് ചോദിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ചെറുതാക്കാം, എഴുതാനുള്ളവർ എഴുതിക്കും. പെട്ടെന്ന് ദേവനാരായണൻ മനസ്സിലായോ? നിരഞ്ജൻ മനസ്സിലായോ? പറഞ്ഞേ. സനയ്ക്കും ദിവ്യയ്ക്കും മനസ്സിലായോ? ഓക്കെ മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. which term of AP 3, 15, 27, 39 will be 132 more than its 54th term. കണ്ടോ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇച്ചിരി ട്വിസ്റ്റ് ആവുന്നത്. ബ്രെയിൻ ഇച്ചിരി ചിന്തിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്. അപ്പൊ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവര് പറയുന്നത് 3, 15, 27, 39 എന്ന് പറയുന്ന AP-ക്കകത്ത് തന്നെയല്ലേ? ഓക്കെ. അപ്പൊ ഈ AP-ക്കകത്ത് അവർ പറയുന്നത് നോക്കിയോ, which term of AP will be 132 more than its 54th term എന്ന് പറഞ്ഞാൽ എന്താ? 54th ടേമിനെക്കാട്ടിലും 54th പൊസിഷനിൽ ഒരു ടേം കാണും. ആ ടേമിന്റെ കൂടെ 132 കൂട്ടുമ്പോൾ എത്ര കിട്ടുമോ ആ നമ്പർ ഈ സീക്വൻസിനകത്ത് എത്രാമത്തെ ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. ചിന്തിക്കണം, മനസ്സിലായോ? അതായത് which term of AP will be എന്താ 132 more than its 54th term. 54th ടേമിന്റെ കൂടെ 132 കൂട്ടുമ്പോൾ ഒരു നമ്പർ കിട്ടുമല്ലോ. ആ നമ്പർ ഈ സീക്വൻസിനകത്ത് എത്രാമത്തെ ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 54th ടേം കണ്ടുപിടിക്കുക, 132 കൂട്ടുക, ആ നമ്പർ കണ്ടുപിടിക്കുക. ആ നമ്പർ n ആയിട്ട് എടുത്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? n കണ്ടുപിടിക്കുക. അപ്പൊ which term എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കുന്നത്? ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മുടെ ഇക്വേഷൻ an is equal to എന്താണ്? n is equal to a plus n minus 1 into d ആണല്ലോ. അതിൽ നമുക്ക് 54th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ a 54 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ആണ്. പ്ലസ് 54 minus 1 into എന്താ? d എന്ന് പറയുമ്പോൾ എത്ര? അവിടെ 15 minus 3 എന്ന് പറയുമ്പോൾ 12 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ a 54 is equal to എത്രയാ? 3 plus 4 into 12 ആണ്. അങ്ങനെയാണെങ്കിൽ 3 plus 48 ആണ്. അങ്ങനെയാണെങ്കിൽ 54th ടേം എത്ര? ഇവിടെ 54 ആണ്. തെറ്റിപ്പോയെ. 54 മൈനസ് 53. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. a 54 is equal to 3 plus 54 minus 1 എത്ര? 53 into എത്രയാ? 12 ആണ്. അപ്പൊ 53 into 12 നോക്കണം. 6, 10, 3, 5. 6, 3, 6 ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? a 54 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 plus 636 is equal to എത്രയാ? 639 ആണ്. അപ്പൊ 54ാമത്തെ ടേം എന്ന് പറയുമ്പോൾ എത്ര?
639 ആണ്. അതിന്റെ കൂടെ 132 കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രാമത്തെ ടേമാണ് ചോദിച്ചിട്ടുള്ളത്? ശരിയല്ലേ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ടേം ഓഫ് AP will be, this AP will be 132 more than 54th ടേം. 54th ടേമിനെക്കാളും 132 കൂടുതലുള്ള ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഇതിനകത്ത് എത്രാമത്തെ ടേം? അപ്പൊ നോക്കിയോ, നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് A54 പ്ലസ് എത്ര? 132. അപ്പൊ A54 പ്ലസ് 132 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 639 പ്ലസ് എത്ര? 132. അപ്പൊ എത്ര കിട്ടും? ഈസ് ഈക്വൽ ടു 11 2 11 3 6 1 7 6 1 7 ആണോ? 771. അപ്പൊ ഇനി എന്തായിട്ട് എടുക്കുക? നമ്മൾ AN നെ 771 ആയിട്ട് എടുത്തിട്ട് n കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? അപ്പം AN ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? A plus n minus 1 into എന്താ? D ആണല്ലോ. അപ്പൊ A നെ 771 ആയിട്ട് എടുക്കുക. A എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ n അറിയത്തില്ല. n minus 1 into D 12 ആണ്. അപ്പം 771 ഈസ് ഈക്വൽ ടു 3 പ്ലസ് ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12n minus 12 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 771 ഈസ് ഈക്വൽ ടു 3 മൈനസ് 12 എന്ന് പറയുമ്പോഴത്തേക്ക് -9 പ്ലസ് 12 എന്ന് വരുന്നു. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 771 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 12 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 780 ഈസ് ഈക്വൽ ടു 12 എന്ന് വരുന്നു. n ഈസ് ഈക്വൽ ടു 780 ഡിവൈഡ് ബൈ 12. കട്ട് ചെയ്യാൻ പറ്റും. എത്രയാ? എത്ര? 6 അല്ല സോറി 60. അല്ല 12 5 60 അല്ലേ? 60 76 അല്ല. ഒരു സെക്കൻഡ് ഇവിടെ ഇങ്ങനെ കൂട്ടിയിടാൻ ആൻസർ നോക്കുമ്പോൾ n എത്ര? 65 ആണോ? 13. അപ്പം n ഈസ് ഈക്വൽ ടു 65. ഇതായിരിക്കും ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. കൺസെപ്റ്റ് പിടികിട്ടിയില്ലെങ്കിൽ ചോദിക്കുക. ചോദിക്കുക. മിണ്ടാതിരിക്കല്ലേ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് ചവറ് പോലെ ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. മനസ്സിലാക്കാൻ പാടുള്ള ചാപ്റ്ററുമാണ്. ദേവനാരായൺ മനസ്സിലായോ? ദേവനാരായൺ. Yes, sir. സന, ദിവ്യ, നിരഞ്ജൻ. ഓക്കെ, എഴുതിയെന്ന് എഴുതിയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. If third term and ninth term of an AP are 4 and -8 respectively, which term
of this AP, which term of this AP is 0. A3 എന്ന് പറയുന്നത് 4ഉം A9 എന്ന് പറയുന്നത് -8 ആണെങ്കിൽ എത്രാമത്തെ ടേം ആണ് 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ an നമുക്ക് എന്ത് വരണം? an എന്ത് വരണം? 0 വരണം. എന്നിട്ട് n കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? അപ്പം a പ്ലസ് നമുക്കറിയാം an എന്താ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. ആണോ? ഓക്കെ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണ്ടേ? അടുത്തടുത്ത നമ്പർ ആണോ തന്നിരിക്കുന്നത്? അടുത്തടുത്ത നമ്പർ അല്ല കോമൺ ഡിഫറൻസ് എങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. എന്തുവാ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഇവിടെ എത്ര? -8 മൈനസ് 4 അല്ലേ? പൊസിഷൻ ഡിഫറൻസ് എത്ര? 9 മൈനസ് 3. അപ്പം -8 മൈനസ് 4 എന്ന് പറയുമ്പോൾ -12 ഡിവൈഡ് ബൈ 9 മൈനസ് 3 എന്ന് പറയുമ്പോൾ എത്ര? 6. ഇത് കട്ട് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടും? -2. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം അറിയത്തില്ല, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പം ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമല്ലയോ? എന്ത് ചെയ്താൽ മതി? A3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പം A2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ A3 4 ആണെങ്കിൽ A4 എത്രയായിരിക്കും? 4 മൈനസ് 2 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? അതപ്പം മുകളിലോട്ട് 4 പ്ലസ് 2 ഇത് 4 പ്ലസ് 2 പ്ലസ് 2. അപ്പൊ അടുത്ത് എന്ത് വരും? 4 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. ശരിയല്ലേ? 8 അല്ല, 8 അല്ലല്ലോ, 10 അല്ലേ? പറയാം. A3 എന്ന് പറഞ്ഞാൽ എത്രയാ? A3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4. അപ്പൊ A4 എത്രയാവും? നമുക്കറിയാം കോമൺ ഡിഫറൻസ് -2 ആയതുകൊണ്ട് ഇത് -2. അപ്പൊ 2 ഇല്ലേ? അപ്പൊ ഇപ്പുറത്തെ A2 എത്ര വരും? A2 6 വരും. A1 എന്ത് വരും? A1 8 വരും. അപ്പൊ നമുക്ക് എന്താ? A പ്ലസ് എന്താണ്? n അറിയത്തില്ല, n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് -12 ആണ്. A കിട്ടി. 0 ഈസ് ഈക്വൽ ടു എത്രയാ? 8 പ്ലസ് എന്താണ്? ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 പ്ലസ് 1 എന്ന് വരും. 0 ഈസ് ഈക്വൽ ടു 8 മൈനസ് 2 പ്ലസ് 2n പ്ലസ് 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? അപ്പം 8 പ്ലസ് 1 വരും അല്ലേ? 9 വരും. 9 വരും. 4.5. ആൻസർ നോക്കി. നോട്ട് ടൈം ആണോ? ഏതാ? 12. അഞ്ച്. ഇവിടെ 10. ഓ, ഇത് നോക്കി, ഇത് 2 അല്ലേ? ഇത് 2 ആ. അപ്പം 10 മൈനസ് 2n. അപ്പം ഈ -2 ഇങ്ങോട്ട് വരുമ്പോൾ 2n ഈസ് ഈക്വൽ ടു 10. n ഈസ് ഈക്വൽ ടു 10/2. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് വാല്യൂ തന്നെയാണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് n
are the nth term of two APs 6 3 plus 63 65 67 etc. and 3 10 17 24 etc. equal. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്നിന്റെ ഏത് വാല്യൂ വരുമ്പോഴാണ് ഈ രണ്ട് എ പിയുടെ ടേം ഈക്വൽ ആവുന്നത്. അതായത് ഇങ്ങനെ എഴുതി വരുമ്പോൾ ഏതോ ഒരു ടേം വരുമ്പോൾ ഇതിന്റെ ടേമും ഇതിന്റെ ടേമും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അത് ഏത് ടേമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ 69. For what values are the nth term of two APs same എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഈക്വൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിന്റെ എന്ത് വാല്യൂ ഇതിന്റെ എന്ത് വാല്യൂ ഈക്വൽ. അപ്പൊ എന്താ ഇതിന്റെ എനും ഇതിന്റെ എനും എന്താ ഇതിന്റെ എനും ഈക്വൽ ആവുന്ന എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന്റെ എൻ വിൽ ബി ഈസ് ഈക്വൽ ടു ഇതിന്റെ എൻ ആണോ? അങ്ങനെ എടുത്താ പോലെ. ഇതിന്റെ എൻ ഇക്വേഷൻ എന്താ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണല്ലോ. ഇതിന്റെ എൻ ഇക്വേഷൻ എന്താ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എ എന്താ 63 പ്ലസ് എൻ അറിയത്തില്ല, അതാ കണ്ടുപിടിക്കുന്നത്. എൻ രണ്ടിനെ സെയിം ആ. എൻ മൈനസ് വൺ ഇൻറ്റു ഡി എത്ര? ഡി എന്ന് പറയുമ്പോൾ 63 മൈനസ് 65 എത്രയാ 2 ഈസ് ഈക്വൽ ടു ഇവിടെ 3 പ്ലസ് ഇവിടെ n സെയിം n ഇൻറ്റു ഡി എത്ര ഇവിടെ 10 മൈനസ് 3 എന്ന് പറയുമ്പോൾ 7. അപ്പം 63 പ്ലസ് 2n മൈനസ് 2 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 7n മൈനസ് 7. n കണ്ടുപിടിച്ചാൽ പോരെ? ഇതിന് രണ്ടിന്റെ ന്റെ വാല്യൂ ഈക്വൽ ആണ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആണോ? ടേമിനെ എപ്പോഴും n ആയിട്ടാണ് എടുക്കുന്നത്. എത്രാമത്തെ ടേം ആണെന്നുള്ളത് എന്നാ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ടേം രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ആ ടേം ഈക്വൽ ആകുന്ന എന്നിന്റെ ഏത് വാല്യൂ ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ n കണ്ടുപിടിക്കുക. അപ്പൊ ഇതാണ് ഈ രീതിയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ അപ്പൊ ഇവിടെ 63 മൈനസ് 2 എന്ന് പറയുമ്പോൾ 61 പ്ലസ് 2n എന്ന് വരുന്നു. ഇവിടെ 3 മൈനസ് 7 എന്ന് പറയുമ്പോൾ മൈനസ് 4 ആണ്. അപ്പം 7n മൈനസ് 4 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വരാം. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 61 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 7n മൈനസ് 2n. അപ്പൊ നമുക്ക് എന്താ ഇവിടെ 65 വരും, ഇവിടെ 5n വരും. അപ്പൊ 65 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു n. ഇത് രണ്ട് കട്ട് ചെയ്യുമ്പോൾ 30. അപ്പൊ n ഈസ് ഈക്വൽ ടു 30. അപ്പൊ 13ാമത്തെ ടേമാണ് രണ്ടിന്റെ ഈക്വൽ. നിങ്ങൾ എഴുതി നോക്കിയാൽ പിന്നെ ഡൗട്ട് ഉണ്ടെ ചോദിക്കണേ. ഡൗട്ട് ഉണ്ടെ ചോദിക്കണം. എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ള ഡൗട്ട് ഉണ്ടെ ചോദിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് ഇവിടെ നിർത്തിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഹൗ മെനി multiples of 4 lies between 10 and 250.
10നും 250നും ഇടയ്ക്കുള്ള 4ന്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എന്നിന്റെ വാല്യൂ ആണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിളിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക, സെക്കൻഡ് ടേം കണ്ടുപിടിക്കുക, അത് തമ്മിൽ മൈനസ് ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുക. ലാസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മൾട്ടിപ്പിൾ ബിറ്റ്വീൻ 10 ആൻഡ് 250 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എത്ര ടേം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് an വേണം, എന്നാലല്ലേ n കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. an എന്ന് പറയുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ 10ന്റെ 250ന്റെ ഇടയ്ക്കുള്ള ലാസ്റ്റ് ടേം, അത് ആദ്യം കണ്ടുപിടിക്കണം, മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്താ, ആദ്യത്തെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, എന്നാലേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 4ന്റെ മൾട്ടിപ്പിൾ 12, അപ്പൊ സെക്കൻഡ് ടേം എത്രയാ 16. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടേം 250 ഡിവൈഡ് ബൈ 4 ചെയ്ത് നോക്കണം, പറ്റുമോ? 250 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോഴത്തേക്കും റിമൈൻഡർ 0 കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ 248 നോക്കണം, കിട്ടുമോ? കിട്ടും. അപ്പൊ ആ 248 ആയിരിക്കും ലാസ്റ്റ്. അത് കൊടുത്തിട്ട് n കണ്ടുപിടിക്കുക. അതെങ്ങനെ കിട്ടുന്നേ? 248 ഡിവൈഡ് ചെയ്ത് നോക്കണം. ആദ്യം 250 ഡിവൈഡ് ചെയ്യണം, 248 249 249, അപ്പോഴേ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, ഈ അരിത്മെറ്റിക് മീനിന്റെ പഠിപ്പിച്ചായിരുന്നു. പറയാമോ കുഞ്ഞുങ്ങളെ? ഇൻസർഷൻ ഓഫ് അരിത്മെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി പഠിപ്പിച്ചോ സ്കൂളില്? അറിയില്ല. ഓക്കെ, ദേവനാരായൺ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അല്ല ദിവ്യ, ആരിലും ഒരാൾ. ഓർമ്മയില്ല. ദിവ്യ, അതായത് ഇൻസർഷൻ ഓഫ് അരിത്മെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇമ്പോർട്ടന്റ് അല്ല തോന്നുന്നത്. നോക്ക്, നിങ്ങളുടെ സിലബസിലുണ്ട്, പഠിപ്പിക്കാന്നുള്ളേ ഉള്ളൂ. അതേപോലെ സിയോണിലും പഠിപ്പിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞേ. സാറ് അതിന്റെ ക്വസ്റ്റ്യൻസ് 4 ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. കേട്ടില്ല.
ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് 4 ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അതിന് 1, 2, 3, 4 ആദ്യത്തെ 4ആണോ? അതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ഓക്കെ ഫൈൻ. അത് നമുക്ക് ചെയ്യാം, അത് അവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ സിയോണിൽ അത് പഠിപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞേ. നമുക്ക് പറഞ്ഞു വിട്ടതായിരുന്നു. കേട്ടില്ല. പറഞ്ഞു വിട്ടതേ ഉള്ളായിരുന്നു. പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിവേ അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതിന്റെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയുന്നത് എ. ഫസ്റ്റ് എ എന്ന് പറയുമ്പോൾ എത്ര വരും? 12 വരും. ലാസ്റ്റ് എ എന്ത് വരും? 248 വരും അല്ലേ? അപ്പൊ നമുക്ക് n കണ്ടുപിടിച്ചാൽ മതി. ഇനി കോമൺ ഡിഫറൻസ് എന്താ? തൊട്ടടുത്ത് എത്രയാ? A2 എത്ര വരും? A2 എന്ന് പറയുമ്പോൾ 16. അപ്പൊ കോമൺ ഡിഫറൻസ് d എത്ര വരും? 4 വരും. അങ്ങനെയാണെങ്കിൽ എന്താ? അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്താൽ മതി. n is equal to a plus n minus 1 into d ആണ്. അപ്പം 248 is equal to a 12 plus n minus 1 into 4. 248 is equal to 12 plus 4n minus 4. അടുത്തത് 248 minus 12 is equal to minus 12 plus 4 എന്ന് കൂടെ എഴുതാം. plus 4 is equal to 4n. അപ്പൊ 248 12 പോയി കഴിഞ്ഞാൽ 236, 240. 240 is equal to 4n. n is equal to 240 divided by 4. 60 ആണ് കിട്ടിയത്. ആണോ? ഓക്കെ, ശരി. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? സം ഓഫ് ഫസ്റ്റ് n ടേംസ്. നമ്മൾ ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിരിക്കുകയാണ്, അതിന്റെ n ടേംസിന്റെ സം കണ്ടുപിടിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നോക്കി. 1, 2, 3, 4, 5 എക്സെട്ര. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? ഇവന്റെ 10 ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയ്യിൽ എണ്ണി കൂട്ടുക കണ്ടുപിടിക്കാം. എന്താ? 1 plus 2 plus 3 plus 4 plus 5 plus 6 plus 7 plus 8 plus 9 plus 10. എളുപ്പമോ? ശരിയല്ലേ? എന്നാൽ ഇതിന്റെ 1000 ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എഴുതി കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, മറ്റേ a കണ്ടുപിടിക്കുന്ന പോലത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, Sn കണ്ടുപിടിക്കാൻ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഹെഡിങ് എഴുതുക, സം ഓഫ് n ടേംസ്. സം ഓഫ് n ടേംസ് ഓഫ് an AP. പെട്ടെന്ന് എഴുതിക്കോ. സം ഓഫ് n terms of an AP. Sum of n terms of an AP. ഓക്കെ, അപ്പം എപ്പോഴും ആലോചിച്ചോണം, എനിക്ക് നമ്മള് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ല എത്ര ഒരു പൊസിഷനിൽ കിടക്കുന്ന ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ a എന്നാണ് കണ്ടുപിടിച്ചത് ലാസ്റ്റ്. അപ്പൊ അത്രയും ടേമിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? Sn is equal to n/2 into 2a plus n minus 1 into d. ഇത് ഒരു ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സം കണ്ടുപിടിക്കാൻ Sn is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഈ രണ്ടും പഠിച്ചു എഴുതിക്കോ. അപ്പൊ സം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് a വേണം, d വേണം, n വേണം. ഇത്ര ഉണ്ടെങ്കിൽ സം കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി Sn is equal to n സ്ക്വയർ ചെയ്താൽ മതി. സം ഓഫ് n ഓഡ് നമ്പേഴ്സ്. ഡയറക്റ്റ് ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? n സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, ഇനി Sn is equal to n into n plus 1/2. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് ഇത്. സം ഓഫ് n ഈവൻ നമ്പേഴ്സ്.
ഓക്കെ ആണോ? ഡയറക്റ്റ് ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കെ. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ്. നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ദ സം ഓഫ് ഫോളോയിങ് എ ബി. ഫോളോയിങ് എ ബി. ഒന്നാമത്തേത് 20, 13, 6, -1 എക്സെട്ര അപ് ടു 18 ടേംസ്. അതായത് 18 ടേംസിന്റെ, അതായത് ഈ സീക്വൻസിലെ 18 ടേമിന്റെ സം കണ്ടുപിടിക്കാം. അപ്പം n എത്രയായിരിക്കും? 18 സെമിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n എത്രയായിരിക്കും? 18. അപ്പൊ ഇവിടെ n 18. എ എത്രയാ? ഫസ്റ്റ് 20. ഡി എത്രയാ? 13 - 20 എത്രയാ? -7 ആണോ? ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? Sn ഈസിക്കൽ എന്ത് ചെയ്താൽ മതി? a പ്ലസ് അല്ല n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ചെയ്താൽ മതി. ഒരേ. അപ്പൊ എല്ലാം ഉണ്ടല്ലോ. Sn എന്ന് പറയുമ്പോൾ S18 18/2 ഇൻറ്റു 2 ഇൻറ്റു 20 പ്ലസ് 18 - 1 ഇൻറ്റു d എന്ന് പറയുമ്പോൾ -7 ആണോ? അപ്പം S18 ഈസിക്കൽ ടു ആദ്യം ഇതങ്ങ് ചെയ്യണം. അതാ 9 കിട്ടും ഇൻറ്റു പിന്നെ ഇത് തമ്മിൽ അങ്ങ് ചെയ്യണം. എത്രയാ? 40 പ്ലസ് ഇതിനെ അകത്ത് കയറ്റണം. എത്രയാ? -7 ഇൻറ്റു 18 എത്രയാ? 7 56 5 മൈനസ് ഏതാ? അങ്ങനെ എഴുതാം. അപ്പം 17 ഇൻറ്റു -7 ഇങ്ങനെ എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ? 9 ഇൻറ്റു 40 പ്ലസ് 17 ഇൻറ്റു -7 എത്രയാ? 7 49 4 7 4 11 119 -119 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 9 ഇൻറ്റു 40 -119 വരും. ആണോ? അങ്ങനെയാണെങ്കിൽ 9 ഇൻറ്റു 40 -119 എന്ന് പറഞ്ഞാൽ എത്രയാ? 119 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 109. 109 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 99. 99 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 89. 89 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 79. അപ്പം -79 ആണ്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 79 ഇൻറ്റു എത്രയാ? 79 ഇൻറ്റു 9 99 81 8 97 63 8 71 711. കണ്ടോ? ഇതായിരിക്കും അതിന്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പെട്ടെന്ന് ആവട്ടെ. ഇത് തന്നെ ഒന്ന് ചെയ്തേ. ഈ സീക്വൻസ് തന്നെ ഒന്ന് ചെയ്തേ. -4 2 -2.5 -1 0.5 up to 31 term. 31 term. പെട്ടെന്ന് ചെയ്യണേ. ചെയ്തേ പെട്ടെന്നാട്ടെ. ഇത് ചെയ്യ്.
ഏതാ 31/2 ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതവിടെ ഇടുക. അതവിടെ ഇട്ടിട്ട് ബാക്കി ചെയ്തിട്ട് പിന്നെ ചെയ്യാം. കട്ട് ചെയ്യാൻ പറ്റും. 2 അപ്പുറത്തേക്കും കൂടെ കട്ട് ചെയ്യുന്ന ഒരു ഇത് വരും. 31 അങ്ങനെ ഓഡ് നമ്പർ ബൈ ഈവൻ നമ്പർ അങ്ങനെ വരുവാണെങ്കിൽ ചെയ്യാതെ ലാസ്റ്റ് കട്ട് ചെയ്ത് കളയണം. അപ്പുറത്തുമായിട്ട് കട്ട് ചെയ്ത് കളയണം. ഇതെന്ത് വരുന്നേ? ഇത് എ എന്ന് പറയുമ്പോൾ എത്ര വരും? -4. n എത്രയാ? 31. അങ്ങനെയാണെങ്കിൽ എന്താ കോമൺ ഡിഫറൻസ് എത്രയാ? -2.5 -4 എന്നാണ് വരുന്നത്. അപ്പൊ എത്ര വരുന്നത്? -2.5 + 4 എന്ന് വരും. അപ്പൊ എത്ര വരും? 4 - 2.5 എന്ന് പറയുമ്പോൾ 1.5 ആകും. ഇതാണ് കിട്ടിയത്. പിന്നെ എത്ര കിട്ടി? ഏതാ 5.5? അതെങ്ങനെയാ വരുന്നത്? നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചു? -2.5 -4 എന്ന് എഴുതി വെച്ചു ഇല്ലയോ? അങ്ങനെയല്ലല്ലോ, 4 ഇവിടെ മൈനസ് ഇല്ലേ? അപ്പൊ അതിന്റെ സൈൻ എഴുതണ്ടേ? ഇത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്നല്ലേ? സെക്കൻഡ് ടേമിന് ഒരു നെഗറ്റീവ് ഉണ്ട്, ഫസ്റ്റ് ടേമിന് ഒരു നെഗറ്റീവ് ഉണ്ട്, അല്ലാതെ അതിന്റെ ഓൾറെഡി ചെയ്യുന്ന നെഗറ്റീവ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അത് തെറ്റുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കി. അതായത് ഇവിടെ 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 എന്താ ചെയ്യേണ്ടത്? ഇനി എന്ത് ചെയ്താൽ മതി? എസ് 31 കണ്ടുപിടിച്ചാൽ മതി. എന്താ 31/2 ഇൻറ്റു 2a 2 ഇൻറ്റു -4 പ്ലസ് എന്താ 2a പ്ലസ് n - 1 31 - 1 ഇൻറ്റു d എന്ന് പറയുമ്പോൾ 1.5. അപ്പൊ എന്താ 31/2 ഇൻറ്റു -8 പ്ലസ് 31 - 1 എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു 50 അല്ല 1.5. അപ്പം എന്താ വരുന്നത്? 31/2 ഇൻറ്റു -8 പ്ലസ് 15 ഇൻറ്റു 3 45 ആണ്. അപ്പം 450 വരും. 450 ഒരു പോയിന്റ് പറയുമ്പോൾ 45 തന്നെ വരും. ശരിയല്ലേ? അപ്പം 31/2 ഇൻറ്റു 45 നെട്ട് പോയി കഴിഞ്ഞാൽ എത്ര വരും? 3 30 8 ഓക്കെ, കറക്റ്റ്. അപ്പൊ 37 വരും. ഇനി എന്ത് ചെയ്താൽ മതി? 37 ഇൻറ്റു 31 7 3 7 21. അതിന്റെ ആൻസർ 2 - 8 ആണ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാം കൂടെ ആഡ് ചെയ്താലല്ലേ കട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? അതെങ്ങനെ കട്ട് ചെയ്യുന്നത്? കറക്റ്റ് ചെയ്യണം. 7 3 7 21 2 3 9 11. അപ്പം 7 4 1 1. അപ്പൊ നമുക്ക് എത്ര വരും? 1147/2 വരും. അപ്പൊ എത്ര? അപ്പം ആൻസർ വരുന്നത് ഇതിന്റെ പകുതി 114,147. അപ്പം 573.5. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അടുത്തത് the first last and the common difference. First term last term ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. First last and the common difference of AP are 98 1001
and 7 respectively. Find the number of terms and sum of n terms. അപ്പൊ ഈ ഒരു സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക, n കണ്ടുപിടിക്കുക, സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കുക. അപ്പൊ നോക്കിയോ, ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് 98 ആണ്, ലാസ്റ്റ് ടേം an എന്ന് പറയുന്നത് 101 ആണ്, 1001 ആണ്. ശരിയല്ലേ? ആണോ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 7 ആണ്. ആണോ? അങ്ങനെയാണ് നമുക്ക് an is equal to a plus n minus 1 into d ആണല്ലോ. ഇനി n കണ്ടുപിടിക്കുന്നില്ലയോ? n കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ 1001 കൊടുക്കുക, is equal to 98 plus n minus 1 into 7 ചെയ്താൽ മതി. 1001 minus 98 is equal to എന്ത് ചെയ്താൽ മതി? 7n minus 7 ചെയ്താൽ മതി. ശരിയല്ലേ? ഓക്കെ, വീണ്ടും ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 1001 minus 98 minus 7 is equal to 7n. അപ്പൊ എന്ത് വരും? 1001 100 പോയി കഴിഞ്ഞാൽ 901 വരും. 100 പോകുന്നില്ല, 98 പോകുന്നുള്ളൂ. അപ്പോൾ 901 903 വരും. 903 7 പോയി കഴിഞ്ഞാൽ 903 അല്ലേ, 903 7 പോയി കഴിഞ്ഞാൽ 896. അപ്പം 896 is equal to 7 എന്ന് വരും. n is equal to 896 divided by 7. അത് കട്ട് ചെയ്യാൻ പറ്റും. 177 ഈ 7 14 അങ്ങനെയാണെങ്കിൽ n ടേംസിന്റെ സം കണ്ടുപിടിക്കുന്നില്ലയോ? n കിട്ടി, എന്ത് ചെയ്താൽ മതി? S128 കണ്ടുപിടിച്ചാൽ മതി. എത്രയാ? 2a പ്ലസ് എന്താണ് 128 മൈനസ് 1 ഇൻറ്റു ഡി ആണോ? ശരിയല്ലേ? Sn is equal to 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആ. അപ്പോൾ is equal to 2 ഇൻറ്റു a എത്ര? ഫസ്റ്റ് ടൈം എത്ര? ഇവിടെ 98 ആണ്, പ്ലസ് 128 മൈനസ് 1 എന്ന് പറയുമ്പോൾ 127 ആണ്, ഇൻറ്റു 7. അപ്പം 98 ഇൻറ്റു 2 100 ഇൻറ്റു 2 100 ഇൻറ്റു 2 എത്ര? 200. 98 ഇൻറ്റു 2 196 വരും അല്ലേ? പ്ലസ് ഇത് 7 127 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 7 49 7 14 18 ഇഷ്ടം 7 8. ഇത് രണ്ടും ചെയ്യുമ്പോൾ 9 9 6 15 9 10 18 ഇഷ്ടം 8 2 10. സോറി, ഇതിനകത്തൊരു തെറ്റുണ്ട്. എന്തുവാ? ഇവിടെ ഒരു n/2 ഉണ്ടായിരുന്നു, ശരിയല്ലേ? n/2 ഇല്ലായിരുന്നോ? അപ്പോൾ 128 ഡിവൈഡ് ബൈ 2 ഇവിടെ എഴുതണം. ഇവിടെ അതേപോലെ 128 ഡിവൈഡ് ബൈ 2, ഇവിടെയും 128 ഡിവൈഡ് ബൈ 2, ഇവിടെയും എന്താ 128 ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പം S128 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 7 1 4. ഇത് ഒരു കാര്യം പറയട്ടെ, ഇത് നമുക്ക് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ എന്ത് ഉപയോഗിച്ചാൽ? ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും തന്നിട്ടുള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ പോരെ. എന്തുവാ? Sn is equal to n/2 into എന്താ ഫസ്റ്റ് ടൈം പ്ലസ് എന്താ ലാസ്റ്റ് ടൈം, ശരിയല്ലേ? അപ്പം നമുക്ക് എത്ര? 128 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം എത്ര? 98 പ്ലസ് ലാസ്റ്റ് ടൈം എത്ര? 1001. ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര വരും? 128 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എത്ര വരും? 8 9 9 0 1 ആണോ? ആ, ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 1 4 3 ക്ലിയർ ആണോ?
ദേവനാരായൺ ക്ലിയർ ആണോ? ദേവനാരായൺ, Yes, sir. സന, നിരഞ്ജൻ, Yes, sir. അതേപോലെ തന്നെ ദിവ്യ. Yes, sir. ഇപ്പൊ തന്നിരിക്കുന്നത് നോക്കി ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ തരുവാണ്. ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് 9.3 ഞാനിപ്പോ ഇടാം. അത് ഫുൾ ഹോംവർക്ക് ആണ്. എനിക്കത് ഫുൾ ചെയ്ത് അയക്കണം. നമ്മൾക്ക് എല്ലാം എളുപ്പമുള്ളതേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെനിക്ക് ഫുൾ ചെയ്ത് കിട്ടണം. അത് നാളെ വൈകിട്ടത്തേക്ക് കിട്ടണം. നിരഞ്ജൻ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് വായിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പൊ ഞാനത് ഗ്രൂപ്പിലോട്ട് ഇപ്പൊ ഇട്ടേക്കാം. ഫുൾ ഹോംവർക്ക് ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. നോക്കിയോ. If an is equal to 3 plus 4n, an ന്റെ ഇക്വേഷൻ തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് 15 ടേംസ്. അതെങ്ങനെയാണ് an ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ 15 an ന്റെ വാല്യൂ തരുവാണെങ്കിൽ എന്നിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര കിട്ടും? എത്രാമത്തെ ടേം കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അതായത് an ന്റെ a1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 plus 4 into 1 എത്ര വരും? 3 plus 4 എത്രയാ? 7. 8 2 രണ്ടാമത്തെ ടേം എന്തിട്ട് കൊടുത്താൽ മതി? n ഇട്ട് കൊടുത്താൽ മതി. 4 plus 4 into 2 ഇപ്പൊ എത്രയാ? 8 plus 3 എത്രയാ? 11 ആണോ? a3 ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 15 ടേമിന്റെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 1 ഉം 15 ഉം എടുത്താൽ പോരെ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ചെയ്താൽ പോരെ? അപ്പൊ a15 എന്താ? a15 is equal to എത്രയാ? 3 plus 4 into 15 എത്ര വരും? 3 plus 60 ഇപ്പൊ എത്രയാ? 63. അപ്പൊ നമുക്ക് സം കണ്ടുപിടിക്കാൻ s15 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? n/2 into ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് ലാസ്റ്റ് ടേം l ആണ്. അപ്പം അല്ലെങ്കിൽ a പ്ലസ് an കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 15/2 into ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എത്ര? 7 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എത്ര? 63. അങ്ങനെയാണെങ്കിൽ നമുക്ക് 15/2 into എത്ര? 63 7 70. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 35. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 30 into 450 5 into 15 35 into 15 5 25 5 525. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റിനകത്ത് an ചോദിച്ചു കഴിഞ്ഞാൽ an വെച്ചിട്ട് ഓരോ ടേം കണ്ടുപിടിച്ചിട്ട് വേണം അതിന്റെ സം കണ്ടുപിടിക്കാൻ. ഡയറക്റ്റ് ടേംസ് തന്നിട്ടില്ല ഇവിടെ. മനസ്സിലായോ? ആ ടേമിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആണ് തന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതുകൂടെ ചെയ്തേ. an is equal to 9 minus 5n. Find s15. അപ്പൊ an 9 minus 5n തരുവാണെങ്കിൽ അതിനർത്ഥം എന്തോ? an വെച്ചിട്ട് a1 കണ്ടുപിടിക്കുക, a15 കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ s15 കണ്ടുപിടിക്കുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ ബാക്കി 9.3 ക്വസ്റ്റ്യൻസ് ഫുള്ള് ഹോംവർക്ക്. ഇനി നമുക്ക് ജോമെട്രി പ്രോഗ്രഷൻ കൂടെ ഉള്ളൂ അത് പഠിക്കാനായിട്ട്. ഈ ചാപ്റ്റർ നോക്കട്ടെ അടുത്ത വേർഡ് പ്രോബ്ലം കൂടെ ഉണ്ട്. 2 ക്ലാസ് വേണം.
ഇവിടെ വെച്ചിട്ട് നിർത്താമേ. കഴിഞ്ഞെങ്കിൽ ലെഫ്റ്റ് ആവാം.